കുചേലന്റെയും കണ്ണന്റെയും കഥ ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ അതിലെ കുചേലൻ എങ്ങനെയാണ് ദാരിദ്ര്യത്തിലേക്ക് എത്തിയെന്നുള്ളതെന്ന് പറയാം. അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ എനിക്ക് തന്നെ അത് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ മോന് പറഞ്ഞു കൊടുത്തതും ചേച്ചിയുടെ മോളുടെ കുട്ടിക്കൊക്കെ ഇത് കഥ അറിയാം. അങ്ങനെ കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാം. ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും അറിയുമെന്ന് അറിയില്ല, എന്നാലും ഇവർക്ക് അറിയാം. അപ്പൊ അതിലെ ഗുരുപത്നി അവില് കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. കുചേലന്റെ കയ്യിലാണ് കൊടുക്കുക. അപ്പൊ കുചേലൻ എന്ത് ചെയ്യും? കണ്ണന് കൊടുക്കാതെ ഓടിപ്പോവും. അത് മൊത്തം അങ്ങോട്ട് സ്വയം കഴിക്കും. കണ്ണന് സങ്കടാവേ, ഇത്രയും പ്രിയ കൂട്ടുകാരായിട്ട് എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ ശരി എന്നാണ് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെയാണ് ആ ദാരിദ്ര്യം കുചേലന് പിന്തുടരുന്നതും. കുചേലൻ അവില് കൊടുത്ത് ആ ദാരിദ്ര്യം മാറ്റാനുള്ള അവില് കൊടുക്കുമ്പോഴാണ്, അവിലെ വീണ്ടും കണ്ണന് കൊടുക്കുമ്പോഴാണ് കുചേലന്റെ എല്ലാ ദാരിദ്ര്യവും മാറുന്നത്. കണ്ണനൊരു സാധനം ആഗ്രഹിച്ചത് കൊടുത്തേ പറ്റുള്ളൂ. നമ്മള് കണ്ണനെ കാണുമ്പോൾ ഒരിക്കലും വെറും കൈയോടെ പോരുത്. ഒരു കദളിപ്പഴം, കുറച്ചവില്, എന്തെങ്കിലും കൊണ്ടുവന്ന് അടക്കെ വെച്ച സന്തോഷമായി കണ്ണന്. നാളെ ഞാനെന്ത് ചോദിക്കുന്നു കഥ പറഞ്ഞു തരാൻ വേണ്ടിട്ട്. മറ്റേ അനന്തുവിന് കഥ പറഞ്ഞു കൊടുക്കാൻ അമ്മൂമ്മ. അപ്പൊ അമ്മൂമ്മ പോയിട്ട് അനന്തുവിന് കുറെ നാളായിട്ട് ആരും കഥ പറഞ്ഞു കൊടുക്കാനില്ല. അപ്പൊ കൃഷ്ണനും കുചേലനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അതായത് അവര് ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് വർഗ്ഗ ശേഖരിക്കാൻ പോകുന്നു, ഒരുമിച്ച് ഇരുന്ന് പഠിക്കുന്നു. നമ്മുടെ ഗുരുവിനും വളരെ പ്രിയപ്പെട്ട ശിഷ്യരായിരുന്നു കൃഷ്ണനും കുചേലനും. അങ്ങനെ അവിടെ ഗുരുകുലം കഴിഞ്ഞ് അവര് പിരിഞ്ഞു പോയി. ഗുരുകുലം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. കൃഷ്ണൻ മധുരയിലെ രാജാവായിട്ട് അങ്ങനെ പേരും പ്രശസ്തിയോടും കൂടി അങ്ങോട്ട് കഴിയാണ് കണ്ണൻ. ഇവിടെ സുധാമന്റെ കാര്യമാണെങ്കിൽ ഭയങ്കര കഷ്ടാണ്. കഷ്ടം എന്ന് പറഞ്ഞാ കുചേലന്റെ കാര്യം ഭയങ്കര പരിതാപകരാണ്. പാവം തീരെ ഗതിയില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി. ഭാര്യയ്ക്കും വെളി, അതായത് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ കഴിവില്ലാതെ അധികം ഭിക്ഷ അയച്ചുകൊണ്ടാണ് അവരെ നോക്കുന്നത്. അപ്പൊ ഒരിക്കൽ സഹി കെട്ട് സുധാമന്റെ ഭാര്യ പറയും, അങ്ങ് പോയി അങ്ങയുടെ പ്രിയ തോഴനായ കൃഷ്ണനെ ഒന്ന് കാണും. കൃഷ്ണൻ മധുരയിലെ രാജാവല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സഹായം നമുക്ക് ചെയ്തു തരാതിരിക്കില്ല, ഒന്ന് പോയി കാണണം എന്ന് പറയണം. അപ്പൊ കുചേലന് മടിയാണ്. കാരണം ഒന്നുമില്ല, കണ്ണനെ കൊണ്ടുപോകുമ്പോ എന്ത് കൊണ്ടുപോകുന്ന കണ്ണന് കുചേലന് ഭയങ്കര എന്താ ഞാൻ ഇപ്പൊ കണ്ണനെ കാണുമ്പോ എന്താ ഞാൻ കൊണ്ടുപോവാ. അങ്ങനെ അന്ന് കിട്ടിയ കുറച്ച് അവില്, അത് ഒരു പഴം തുണിയിൽ മുഷിഞ്ഞ തുണിയിൽ ആ കുറച്ച് അവില് കെട്ടി. കുചേലന്റെ വസ്ത്രമാണെങ്കിൽ ആകെ മുഷിഞ്ഞിരുണ്ട വസ്ത്രം, അതുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ് കണ്ണനെ കാണാനായിട്ട്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് അതാ കാണാറായി നമ്മുടെ മധുര രാജ്യം. എന്താ കൊട്ടാരം കണ്ടു കഴിയുമ്പോ തന്നെ കുചേലന് ഈശ്വര ഇത്രയും വലിയ കൊട്ടാരത്തിലാണ് എന്റെ കണ്ണൻ കഴിയുന്നത്, കൃഷ്ണൻ കഴിയുന്നത്. അങ്ങോട്ട് പോവുക എങ്ങനെയാന്നൊരു ശങ്ക ആൾക്ക്, ഭയങ്കര ഒരു മടി ഈ മുഷിഞ്ഞ വേഷത്തില്. അപ്പൊ രാജകിങ്കരന്മാർ അകലേന്നേ കാണും. അവര് വന്ന് തടയും, അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഈ വേഷത്തിൽ. അതാര്? ഇപ്പൊ ഞാൻ കൃഷ്ണന്റെ കൂട്ടുകാരെന്ന് അവർ പരിഹസിച്ചിരിക്കാൻ തുടങ്ങും. ഇയാളെ കൃഷ്ണന്റെ രാജാവിന്റെ കൂട്ടുകാരൻ ഇയാളെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാള് മോളിൽ ഇരുന്ന് കാണുന്നുണ്ട് ഇതൊക്കെ. ആരാ? നമ്മുടെ സാക്ഷാൽ കൃഷ്ണൻ. ഓടി വരികയാണ് സുധാമാവിന്റെ അടുത്തേക്ക്. പറയാൻ വാക്കുകൾ തന്നെ വരുന്നില്ല. സുധാമന്റെ അടുത്തേക്ക് ഓടി വരികയാണ് കണ്ണൻ. നമ്മുടെ എല്ലാവരുടെ അടുത്തേക്കും കണ്ണൻ ഓടി വരും കേട്ടോ, ഭക്തിയെ വിളിച്ച് ഞാൻ. അങ്ങനെ കണ്ണൻ ഓടി വരും. ഓടി വന്ന് സുധാമാവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് കൂട്ടി കൊണ്ടുപോകണ. കിങ്കരന്മാരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കുമേ, ഇതെന്തായി കാണണേന്ന്. കൊണ്ടുപോയിട്ട് എവിടെ ഇരുത്തുക? വേറെ എവിടെയല്ല ഇരുത്തുക, സ്വന്തം സിംഹാസനത്തിൽ കൊണ്ടുപിടിച്ചിരുത്തും. വേറെ സീറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അവിടെ നിന്നല്ല കൊണ്ട് സുധാമാവിനെ എവിടെ കൊണ്ടിരുത്തും? കുചേലനെ കണ്ണന്റെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തും. ഇരുത്തിയിട്ട് കാല് കഴിക്കണു, പത്നിമാര് വീശി കൊടുക്കണു. അതല്ലാണ്ട് തൊഴിമാരെന്നല്ല, പത്നിമാര് വീശി കൊടുക്കണു, കാല് കഴുകണു. എന്നിട്ട് എവിടെ? എനിക്കൊന്നും കൊടുന്നില്ലേ, ഇത്രയും നാളായിട്ട് എന്നെ കാണാൻ വന്നിട്ട് എനിക്കൊന്നും കൊടുന്നില്ലേ ചോദിക്കാണ്. ഇവിടെ നാണിച്ച് ആ വിൽപ്പതി ഒളിപ്പിച്ച് വെക്കാണ് കുചേലൻ. ബാക്കിലേക്ക് കണ്ടുപിടിക്കും കണ്ണൻ. ഓടിപ്പോയി അത് തട്ടിപ്പറിച്ചിട്ട് അങ്ങോട്ട് വാരി കഴിക്കാൻ തുടങ്ങുക. ഒരു പിടി കഴിച്ചു, 2 പിടി കഴിച്ചു, 3ാമത്തെ പിടി എടുക്കുമ്പോഴേക്കും ലക്ഷ്മി ദേവി വന്ന് കയ്യിൽ പിടിക്കും. മതി ഇനി കുചേലന്റെ മിറ്റം അടുപ്പിക്കല്ലേ എന്ന് പറയും ദേവി. അതല്ല, അവിടുത്തെ അന്നത്തെ സ്വീകരണവും കൃഷ്ണന്റെ സ്നേഹമൊക്കെ അനുഭവിച്ച് സുധാമാവ് മടങ്ങാണ്. കൊട്ടാരം അങ്ങോട്ട് ഇറങ്ങി കുറച്ച് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കും.
ഈശ്വര, കണ്ണനോട് ഞാനൊട്ട് ചോദിച്ചുമില്ല, ഒന്ന് കണ്ണൻ എനിക്കൊട്ട് തന്നുമില്ല. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് എന്താണ് പറയാ? എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെയാ സമാധാനിപ്പിക്കുക, എങ്ങനെയാ ഭാര്യനെ സമാധാനിപ്പിക്കുക? എനിക്കൊട്ട് തന്നുമില്ല, ഞാനൊട്ട് ചോദിച്ചുമില്ല. എങ്ങനെ ചോദിക്കും? ആ സ്നേഹത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. അങ്ങനെ വീടിന്റെ അവിടെ എത്താറായിപ്പോ കണ്ടു തന്റെ കുടിലിന് പോയൊരു മണി മാളിക. അതിൻ്റെ ഉള്ളിൽ ഇതാ സർവാഭരണ വിഭൂഷിതയായിട്ട് ആര് വരുന്നേ? കുചേലന്റെ പത്നി വരികയാണ്. പറയാണ്, ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച എല്ലാ അത്ഭുതങ്ങളാണ്. വീട് വന്നു. അമ്മ പറയണ്ടല്ലോ, ആരാ വരിക? ഒരു സുന്ദരിയായ ഒരു നാരി വന്നു. ആ നേരം ഉണ്ടായ സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. ഈ വീട്, ഡ്രസ്സ്, നല്ല നല്ല ഡ്രസ്സുകള്, ആഭരണങ്ങള്, എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടാണ്. അപ്പൊ പൂജാരൻ അവിടെ കണ്ണാ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, കൃഷ്ണ ഗുരുവായൂരപ്പ, ഒന്ന് ചോദിക്കണ്ട നമ്മുടെ കണ്ണനോട്. നമ്മൾ കണ്ണനെ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ മതി, ഒന്നും ചോദിക്കണ്ട. ആ തിരുനടയിൽ നിന്നിട്ട് കണ്ണാ 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 കൃഷ്ണ മാധവ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഭക്തരെ ചേർത്ത് പിടിക്കുന്ന കൈകളാണ്, കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളാണ്. ആ കണ്ണന്റെ മനോഹര രൂപം അടിമുതൽ മുടി വരെ അദ്ദേഹത്തിനെ വർണ്ണിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ പര പുണ്യം ഈ ജന്മത്തിന് നമ്മുടെ നാവുകൾക്കോ നമ്മുടെ ഹൃദയങ്ങൾക്കോ ഇല്ല. എല്ലാത്തിനും ആധാരമായിട്ടുള്ള ആളാണ് കണ്ണൻ. കണ്ണൻ തന്നെ സർവസ്വവും. കണ്ണാ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. എങ്ങനെയുണ്ട്? കഥ ഇഷ്ടപ്പെട്ടോ? കണ്ണന്റെ കുട്ടിയല്ലേ? അതേ കണ്ണൻ തന്നൊരു മുത്താണിത് എനിക്ക്. കണ്ണന്റെ നിധിയാണ് എൻ്റെ കുട്ടി അല്ലേ? അനന്തകൃഷ്ണൻ എന്നാ ഞാൻ പേരിട്ടിരിക്കുന്നത്. ഞാനല്ല, എൻ്റെ അമ്മയുടെ പേരാണ് അനന്തകൃഷ്ണൻ. അപ്പോൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത കഥയായിട്ട് വരാം. അവതരിപ്പിക്കുന്ന രീതി വലിയ ഇതൊന്നും ഉണ്ടാവില്ല. എനിക്ക് കണ്ണിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണ് നിറയും. സുധാമാവും കണ്ണനും തമ്മിലൊക്കെ കൂടിക്കാഴ്ച സമയത്ത് കണ്ണ് ശരിക്കും നിറയും നമുക്കത് പറയുമ്പോൾ. അങ്ങനെ ഓരോന്നും. അപ്പോൾ അവതരിപ്പിക്കുന്ന രീതി മോശമായിരിക്കാം, അത്ര നന്നായിട്ടൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ സാധാരണ രൂപത്തിലാണ് കഥ പറഞ്ഞത്. ഇഷ്ടമായ എല്ലാവരും അനുഗ്രഹിക്കണം. നമസ്കാരം.